കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്കടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ദൈവസഹായത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിന് അഭിമാനമായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ദൈവസഹായം. ഒരു ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ, ക്രിസ്തുവിനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ്. അതായത് തൻ്റെ ജീവനേക്കാൾ വിലയുള്ളതാണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ എന്ന് ആ ജീവിതം കൊണ്ട് പ്രഘോഷിച്ച വ്യക്തി. കുളച്ചൽ യുദ്ധത്തിൻ്റെ സമയത്ത് പിടിക്കപ്പെട്ട ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയ്, ഇസ്റ്റാക്യൂസ് ബെനഡിക്റ്റ് ഡിലനോയ് എന്ന് പറയുന്ന ഈ ഒരു സൈന്യാധിപനുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നാണ് നീലകണ്ഠൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈശോയെക്കുറിച്ച് കേൾക്കുന്നത്. ഈശോയെക്കുറിച്ച് കേട്ട നിമിഷം മുതൽ ക്രിസ്തു മതത്തെക്കുറിച്ചും ഈശോയോടുള്ള അടുപ്പത്തിലൊക്കെ വളരുകയും ചെയ്തു. പിന്നീട് മാമോദിസ സ്വീകരിച്ച് അത്രമാത്രം ഒത്തിരിയേറെ എതിർപ്പുകളും അവഗണനകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും താൻ മനസ്സിലാക്കിയ ഈശോയിൽ ഉറച്ചു നിൽക്കുന്ന ദൈവസഹായത്തെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്നൊരു കാര്യം, എന്തുമാത്രം ആഴമായ ഒരു വിശ്വാസത്തിന് ഉടമയാണ് നമ്മൾ ഓരോരുത്തരും. രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ ഒത്തിരിയേറെ സൗഭാഗ്യങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ദൈവസഹായത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ ജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കൊട്ടാരത്തിലെ ഉന്നതമായ ഒരു സ്ഥാനം ലഭിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം വേണ്ടെന്ന് വെച്ച് അതിനേക്കാൾ മൂല്യമുള്ളതാണ് എൻ്റെ ഈശോ എന്നുള്ള ഒരു വലിയ ബോധ്യം അത് തൻ്റെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുന്ന വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള ഒരു ആഴമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുക സാമുവേൽ പ്രവാചകനെ ദൈവം വിളിക്കുന്നതാണ്. എപ്രകാരമാണ് സാമുവേൽ പ്രവാചകൻ ജനിച്ചതെന്നറിയാം. ഹന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരിയേറെ അപമാനവും വേദനയും സങ്കടവും എല്ലാം ആയിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടിട്ട് പുരോഹിതനായ ഏലി വന്ന് ചോദിക്കുന്നു, നീ മദ്യപിച്ചിട്ടാണോ നീ വന്ന് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്? ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ പറയുന്ന കാര്യം, എൻ്റെ ഹൃദയവിചാരങ്ങൾ മുഴുവനും ദൈവത്തോട് പങ്കിടുകയാണ്. അതായത് പ്രാർത്ഥനയിൽ രൂപം കൊണ്ട വ്യക്തിയാണ്. സാമുവേൽ പ്രവാചകൻ്റെ ആ പേര് ഇടുന്നത് തന്നെ അതുകൊണ്ടാണ്. അതായത് ഞാൻ കർത്താവിൽ നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമുവേൽ പ്രവാചകൻ സാമുവേൽ എന്നുള്ള പേരിടുക. അങ്ങനെ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവം പ്രത്യേകം വിളിച്ച ഈ ഒരു വ്യക്തി തന്നെ എങ്ങനെ വിടാലും ജീവിക്കാമായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ, പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. അവിടെ നമ്മൾ പറയുന്ന ഒരു വാക്കുപോലും നമ്മളെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല.
മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ ദൈവം ഇടവരുത്താത്ത വിധം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിലും നമ്മുടെയൊക്കെ സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ നാട്ടുകാർ പറയുന്നതും വീട്ടുകാർ പറയുന്നതും അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, ആരുടെയും മുമ്പിൽ ലജ്ജിക്കാൻ ഇടയാകാത്ത വിധം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. രണ്ടാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുക, ഒരു വലിയ അധികാരത്തോടെ ആധികാരികതയോടെ ദൈവജനത്തെ ശുശ്രൂഷിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. തൻ്റെ പരസ്യ ജീവിതകാലം ആരംഭിച്ചു. അത്രമാത്രം തിരക്കുകളുടെ ഇടയിലും ഒത്തിരിയേറെ ആളുകളെ സുഖപ്പെടുത്തുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന ഈശോയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് തൻ്റെ പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലാണ്. അതിരാവിലെ എഴുന്നേറ്റ് പിതാവുമായിട്ടുള്ള ബന്ധം, അത് ആ ഒരു വലിയ സ്നേഹവും ആ ഒരു സമ്മേളനമൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഈശോയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളറിയാതൊരു ഭക്ഷണം വരിക്കൊണ്ട് എൻ്റെ പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്നതും പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതുമാണ് എൻ്റെ ഭക്ഷണം. അങ്ങനെ ഈശോ പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ആഴമായ ഒരു ബന്ധമായിരുന്നു. എന്തുമാത്രം തിരക്കാണെങ്കിലും മാറ്റിവെക്കാതെ അത് എപ്പോഴും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു പിതാവുമായിട്ടുള്ള ബന്ധം. പ്രാർത്ഥനയിൽ പിറ്റേ ദിവസം രാവിലെ ഈശോയെ കാണാതായി കഴിയുമ്പോൾ പത്രോസ്നേഹ ഓടി വരികയാണ്. കാരണം ഇന്ന് രാവിലെ തൊട്ട് രോഗശാന്തി ശുശ്രൂഷയും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള പരിപാടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഈശോയെയാണ് അവർ കാണുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും നമുക്ക് കൊണ്ടുവരാവുന്നൊരു കാര്യമാണ് ഈശോയുടെ കൂടെയായിരുന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമീകരിക്കുക. പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഒത്തിരി ശുശ്രൂഷകളും ഒത്തിരിയേറെ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഓടി നടക്കും, കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ഈശോ എന്ന വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ആത്മീയ ശക്തി പ്രാപിച്ച് ആത്മീയ കരുത്ത് പ്രാപിച്ചതിന് ശേഷം ശുശ്രൂഷയ്ക്കിറങ്ങ്. ഓരോ ശുശ്രൂഷയും അത് ഫലം തരുന്നതായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, കർത്താവിൻ്റെ കൂടെയായിരുന്ന് കർത്താവിൽ നിന്ന് ആത്മീയ ശക്തി സ്വീകരിച്ചതിന് ശേഷം ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നവരായിട്ട് മാറുവാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകവും ലഭിക്കുവാനും ആഴമായ വിശ്വാസത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാകുവാനുമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.